ഹലോ ഫ്രണ്ട്സ്, നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നെത്തോലി തോരനാണ്. അതിന് വേണ്ടുന്നത് നെത്തോലി തലയും അതിൻ്റെ അകത്തെ അഴുക്കെല്ലാം നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കിയതാണ്. അതിൻ്റെ വാല് ഞാൻ കളഞ്ഞില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ വാലങ്ങ് കളഞ്ഞേക്ക്. അതിനുള്ള തേങ്ങ നമുക്കെടുക്കാം. 2 കപ്പ് തേങ്ങയും 10 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി നമുക്ക് ചതച്ച് വെക്കണം. ഒരു സവാളയും കറിവേപ്പിലയും 5 വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 5-6 കഷ്ണം തോട്ടുപുളി മുറിച്ചതും പീര നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. വെക്കുന്ന പാത്രത്തിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയും നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീരയും ഇട്ട് കൊടുക്കാം. ഞാൻ വാല് കണ്ടിക്കണ്ടെന്ന് പറഞ്ഞത്, നമ്മളിത് വേവുമ്പോൾ രണ്ടായിട്ട് പിളർന്നു പോവും. അതുകൊണ്ടാണ് ഞാൻ വാല് കളയാത്തത്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വാല് അങ്ങ് കളഞ്ഞേര്. അര സ്പൂൺ ഉലുവാപ്പൊടി ഇടാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈയിട്ട് നമുക്കൊന്ന് ഇളക്കാം. ആ മീനിലോട്ട് തേങ്ങയെല്ലാം ഒന്ന് പിടിക്കും. അന്നേരം ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നമുക്ക് തുറന്ന് നോക്കി ഇളക്കണമെന്ന്. കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കി, ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാം വശവും ഒന്ന് ഇളക്കി വെച്ച്. എന്നിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയും 3-4 കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ കറിവേപ്പിലയും ആ വെളിച്ചെണ്ണയെല്ലാം ഒന്നും കൂടി ആ മീനകത്തെല്ലാം ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അങ്ങ് അടച്ച് വെക്കട്ടെ. കുറച്ച് നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്.
നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.